മകളുടെ വിവാഹ ചെലവിന് 10 ലക്ഷം രൂപ നൽകണമെന്ന് വിധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഈ കുട്ടികളെ സംബന്ധിക്കുന്ന കേസുകളിൽ ചെലവിന് ആരാണ് കൂടുതൽ കൊടുക്കേണ്ടത് എന്നുള്ളത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംശയം. ആക്ച്വലി ബോത്ത് പേരൻസ് ആർ ലയബിൾ, പക്ഷെ എപ്പോഴും ഫാദറിനായിരിക്കും ലയബിലിറ്റി കൂടുതൽ വരുന്നത്. അപ്പൊ ഫാദറിന് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ, മദറിനാണ് കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും മദറിനായിരിക്കും ലയബിലിറ്റി വരുന്നത്. എങ്കിലും ഫാദറിന് ലയബിലിറ്റി നിന്നിട്ട് ഒരിക്കലും ഒഴിയാൻ സാധിക്കില്ല എന്നതാണ്. ചില കോടതി വിധികൾ ഫാദർ ഈസ് ലയബിൾ ടു മെയിൻറ്റെയിൻ ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. പക്ഷെ മദറിനും കൂടി ഇതുപോലെ ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത്തരത്തിലുള്ള കേസുകൾ മുഴുവനായിട്ട് നമുക്ക് ഫാദറിന്റെ തലയിലോട്ട് ഇടാൻ സാധിക്കില്ല എന്നതാണ്. കോടതി ഇപ്പോൾ കൂടുതൽ നോക്കുന്നത് ഫാദറിന്റെ ലയബിലിറ്റിയാണ്. ഫാദർ ഈസ് ലയബിൾ നീഡ് ടു മെയിൻറ്റെയിൻ എന്നതാണ് CRPC 125 പറയുന്നത്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സുപ്രീം കോടതി ഡിസിഷൻ ആണ് മകളുടെ വിവാഹ ചെലവിന് 10 ലക്ഷം രൂപ പിതാവ് നൽകണം എന്നുള്ള ഒരു ഉത്തരവ്. ആക്ച്വലി ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കേസാണിത്. ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കേസ്. മാരേജ് എക്സ്പെൻസ് ഫാദറിന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയ ശേഷം അവർക്ക് കല്യാണം കഴിച്ചാൽ പോരെ എന്ന തരത്തിലുള്ള ഒത്തിരി ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞത് എന്തെന്ന് വെച്ചാല്, റെസ്പോൺസിബിലിറ്റി അതിൽ നിന്നിട്ട് ഒരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് രണ്ടു പേർക്കും കഴിയില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഫാദറിനാണ് കൂടുതൽ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കേസിലാണ് 10 ലക്ഷം രൂപ വിധിച്ചത്. അതിനർത്ഥം എല്ലാ അച്ഛന്മാരും 10 ലക്ഷം രൂപ കൊടുക്കണം എന്നല്ല. ഇവിടെ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് കോടതി 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് 8 വയസ്സ് വരെയുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഫുഡ് ആൻഡ് ഷെൽട്ടർ, ക്ലോത്ത്, എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ്, മെഡിക്കൽ എക്സ്പെൻസസ്, അപ്പോൾ ഇതിനെല്ലാം മെയിൻ്റനൻസ് കൊടുക്കാനായിട്ട് ഫാദർ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ചൈൽഡ് കസ്റ്റഡി എപ്പോഴും മദറിനായിരിക്കുമല്ലോ വരുന്നത്, കാണാറുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫാദർ ഈസ് ലയബിൾ ആണ്. ഓക്കെ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ലയബിലിറ്റി എപ്പോഴും 18 വയസ്സ് വരെ